ഉണ്ണിത്താൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, കോടതിയുടെ ഭാഗത്തുനിന്ന് വളരെ രൂക്ഷമായ വിമർശനം സംസ്ഥാന സർക്കാരിന് ഏൽക്കേണ്ടി വരുന്നു. കൃത്യമായ കണക്ക് ബോധിപ്പിക്കാതെ എങ്ങനെ നിങ്ങൾക്ക് പണം തരും എന്നാണ് സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുന്നത്. ഇത് നിങ്ങൾ തമ്മിൽ പരസ്പരം ആരോപണങ്ങൾ നടത്തിയുള്ള കാര്യമല്ല. നിങ്ങൾ ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നതെന്ന് വരെ കോടതി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാക്കി. ആരെയാണ് ശരിക്കും സർക്കാരുകൾ പറ്റിക്കാൻ ശ്രമിക്കുന്നത്? വയനാട്ടിലെ ജനങ്ങളെയല്ലേ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ? തീർച്ചയായിട്ടും. കാരണം ഇത് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് നിരവധി പ്രാവശ്യം നമ്മൾ ആവശ്യപ്പെട്ടിട്ടും കേന്ദ്ര ഗവൺമെന്റ് അത് തയ്യാറായിട്ടില്ല. മാത്രമല്ല ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, അതിലൊരു കാര്യം, ദേശീയ ദുരന്തം എന്നൊരു സംവിധാനം നിലവിലില്ല എന്ന് പലവട്ടം കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. അതിതീവ്ര നിലയിലുള്ള ദുരന്തമായി അതിനെ കണക്കാക്കിയിട്ടുണ്ട് എന്നുമാണല്ലോ പറയുന്നത്. അല്ല, അതിതീവ്ര ദുരന്തമായി അതിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമായ സഹായം കൊടുക്കണ്ടേ? ഇത് പ്രധാനമന്ത്രി നേരിട്ട് വന്ന് അത് കണ്ട് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യം വന്ന കാര്യമാണല്ലോ. അദ്ദേഹം ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ പല സംസ്ഥാനങ്ങളിലും ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാതെ തന്നെ അദ്ദേഹം കോടിക്കണക്കിന് രൂപയുടെ സഹായം പ്രഖ്യാപിക്കുന്നു. ഇവിടെ അദ്ദേഹം വന്ന് കണ്ടിട്ട് എന്താ പറഞ്ഞത്? കേരള ഗവൺമെന്റ് പണത്തെക്കുറിച്ച് ബോധറിയേണ്ട കാര്യമില്ല, നിങ്ങൾ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക, പണം ഒരു വിഷയമാക്കണ്ട, പണം കേന്ദ്രം തരും. എന്നിട്ട് ഇതുവരെ കേന്ദ്രം പണം കൊടുത്തില്ല. മാത്രമല്ല, ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ എംപിമാർ രാഷ്ട്രീയ വ്യത്യാസം കൂടാതെ കേരളം ഒറ്റക്കെട്ടായി അമിത്ഷായെ പോയി കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെ ചെയ്തു എന്ന് ഞാൻ പരിശോധിക്കട്ടെ, എന്തൊക്കെ ചെയ്യാനാകുമെന്ന് ഞാൻ പരിശോധിക്കട്ടെ, നാളെ മറുപടി എന്ന് പറഞ്ഞു. മറുപടി എന്ന് വളരെ നിഷേധാത്മകമായ മറുപടിയാണ്. ഒരു പൈസ കേന്ദ്രം ഇക്കാര്യത്തിൽ തരാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അങ്ങനെയാണ് പറഞ്ഞത്. മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. അതിലുള്ള പരിശോധനകൾ നടന്നു വരികയാണ് എന്നല്ലേ ഇപ്പൊ കോടതിയിൽ തന്നെ വ്യക്തമാക്കുന്നു. 600 കോടിയിലേറെ രൂപ കേരളത്തിന്റെ കൈവശമുണ്ട്. അത് ഏത് രീതിയിൽ ചെലവഴിക്കാമെന്ന് കേരളത്തോട് കോടതി ചോദിക്കുകയാണ്. അപ്പൊ കേരളത്തിന്റെ കയ്യിൽ കൃത്യമായി അതിന്റെ വിവരങ്ങൾ പറയാൻ കഴിയുന്നില്ല. അപ്പോ എല്ലാവരുടെയും ഭാഗത്തുമുള്ള പാളിച്ചകൾ കൂടിയില്ലേ ഇത്? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും സഹായങ്ങൾ വന്നിട്ടുണ്ട്. ആരൊക്കെയാണ് സഹായിച്ചുള്ളത്? ആരൊക്കെയാണ് സഹായം പ്രഖ്യാപിച്ചുള്ളത്? കിട്ടിയ സഹായം എത്രയാണ്? അതിലെന്തിനൊക്കെ ഉപയോഗിച്ചു എന്നുള്ളതിനെ കുറിച്ച് വെളിപ്പെടുത്തേണ്ട ഒരു ബാധ്യത, ഉത്തരവാദിത്വവും കടപ്പാടും സംസ്ഥാന ഗവൺമെന്റുണ്ട്. ഇതുവരെ അവർ ചെയ്തിട്ടില്ല. മാത്രമല്ല, അവരെ പുനരധിവസിപ്പിക്കണമെങ്കിൽ അതിന് ഭൂമി ആവശ്യമുണ്ട്. ഇപ്പൊ ഇവര് പറയുന്ന പ്ലാന്റേഷന്റെ ഭൂമി ഏറ്റെടുക്കാവുന്നതാണ്. പ്ലാന്റേഷന്റെ ഭൂമിയിൽ വർഷങ്ങളോളമായി കേസുകൾ നടക്കുകയാണ്. ട്രേഡ് യൂണിയനും പ്ലാന്റേഷന്റെ ഉടമസ്ഥരുമായിട്ട് കിടക്കുകയാണ്. അപ്പൊ ഒരു കാരണവശാലും അവിടെ പുനരധിവാസം നടത്താൻ പ്ലാന്റേഷന്റെ ഭൂമി ഏറ്റെടുക്കാം എന്നുള്ളത് കേരള ഗവൺമെന്റ് വ്യാമോഹം മാത്രമാണ്. അത് നടക്കാൻ പോകുന്നില്ല. അപ്പൊ കോടതിയുടെ ഈ സംശയങ്ങൾക്ക് അടിസ്ഥാനമുണ്ട്. കേന്ദ്രവും സംസ്ഥാനവും അങ്ങോട്ടും ഇങ്ങോട്ടും പടിയായിരുന്നല്ലാതെ രണ്ടു കൂട്ടരും വേണ്ടത്ര ഗൗരവത്തോടുകൂടി ഈ വിഷയം എടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് ആ ഒരു കാലതാമസം വരുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങൾ കാണുന്നു, LDFന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധങ്ങൾ കാണുന്നു. സംസ്ഥാന സർക്കാരിന്, കേന്ദ്ര സർക്കാരിനെതിരെ വയനാടിനെ അവഗണിക്കുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ ആ പ്രതിഷേധങ്ങൾ നടത്തുന്നവർ തങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ചെയ്തു തീർത്തിരുന്നെങ്കിൽ നമ്മൾ ഈ ആരോപണം ഉന്നയിക്കുന്നതിന് കുറച്ചുകൂടി കരുത്തുണ്ടാകുമായിരുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാകുമായിരുന്നു. അതിനെന്താ യാതൊരു തർക്കവും ഇല്ലാതെ പറയാം. സംസ്ഥാന ഗവൺമെന്റ് ക്ലാരിറ്റിയോടുകൂടി ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിന് ഇത്ര കോടി രൂപ ചെലവായിട്ടുണ്ട്, ഇത്ര കോടി കിട്ടിയിട്ടുണ്ട്, ആ ബാക്കി ഇത്ര കോടിയുടെ ആവശ്യമുണ്ട്. അതാണ് കേന്ദ്രം പറഞ്ഞത്. നിങ്ങൾ എന്തൊക്കെ ചെയ്തു, എത്ര കോടി കിട്ടിയിട്ടുണ്ട്, ദേശീയ ദുരന്ത നിവാരണ ഫണ്ട് സംസ്ഥാനത്തിന് അനുവദിച്ചതിൽ നിന്ന് ഈ വയനാടിന് വേണ്ടി എത്ര കോടി ചെലവാക്കിയിട്ടുണ്ട്, ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോ കേന്ദ്രം അവരാവശ്യപ്പെടുന്ന കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി സംസ്ഥാന ഗവൺമെന്റ് ചെയ്തിരുന്നെങ്കിൽ ഈ പഴിചാരൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. ഏത് രീതിയിലുള്ള ഇടപെടലാണ് കോൺഗ്രസിന്റെ ഭാഗത്ത്? ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ നിങ്ങൾ നേതൃത്വത്തിൽ അമിത്ഷായെ കണ്ടു. അമിത്ഷാ അവിടുന്ന് കേന്ദ്രത്തിന്റെ മറുപടി എന്താണെന്ന് അറിയിക്കുകയും ചെയ്തു. അപ്പൊ ഈ കോടതിയിൽ ഇങ്ങനെ പോയാൽ വയനാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ നടക്കണമല്ലോ, അത് ഇനിയും ഇങ്ങനെ നീണ്ടു പോകാതിരിക്കണ്ടേ? അതിന് എന്ത് ഇടപെടലാണ് സാധ്യമാവുക? തീർച്ചയായിട്ടും ജനങ്ങളുടെ കാര്യങ്ങൾ നടക്കണം. ഇപ്പൊ തന്നെ സംസ്ഥാന ഗവൺമെന്റ് 10,000 രൂപ പ്രഖ്യാപിച്ചു, അത് കിട്ടാത്ത ആളുകളുണ്ട്. അതുപോലെ തന്നെ 6,000 രൂപ വാടക പ്രഖ്യാപിച്ചു, അത് കിട്ടാത്ത ആളുകളുണ്ട്. 300 രൂപ ഡെയിലി ചെലവിന് വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് കിട്ടാത്ത ആളുകളുണ്ട്. മാത്രമല്ല, നമുക്കറിയാമല്ലോ, ശിരൂര് ഒരു അർജുനന്റെ ബോഡി കണ്ടെത്താൻ വേണ്ടി തെരച്ചിൽ നടത്തുന്നതിന് കോടിക്കണക്കിന് രൂപ കർണാടക ഗവൺമെന്റ് ചെലവാക്കി.
ഇവിടെ ശരി എന്തായാലും അതും ആ വിഷയവും പോലും രാഷ്ട്രീയപരമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങളായി ഉന്നയിക്കപ്പെട്ടതെന്ന സങ്കടകരമായ കാര്യമാണ്. വളരെ നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരണം അറിയിച്ചത്. എന്തായാലും